അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു അബസ്. ഇതിന് അബസ എന്ന വാക്കിന് സൂറത്തുൽ അബസ എന്ന് പറയാൻ നല്ലതല്ല. അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് സൂറത്തു അബസ് എന്നാണ്. അവിടെ അലിഫ്ലാം ഇല്ല. അതോടൊപ്പം അബസ എന്ന് പറയുന്നതിനേക്കാൾ അബസ് എന്ന് പറയണമെന്നാണ് ശരിയായ രീതി. നമ്മൾ സാധാരണ അബസ എന്ന് പറഞ്ഞു അങ്ങനെ ശീലമാണ്. വലിയ തെറ്റൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു തെറ്റാണ്, അത്രയേ ഉള്ളൂ. അബസ് സാക്കിനായിട്ട് പറയണമെന്നാണ്. അതെൻ്റെ ഒരു കാര്യം, ജോർഡാനിയായ ഒരു എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം. ഞാൻ അബസ നെക്സ്റ്റ് ഓതട്ടെ എന്ന് ചോദിച്ചാൽ അല്ല, അബസ് എന്ന് പറഞ്ഞു. അപ്പോൾ അബസ് എന്ന് പറയണമെന്ന് പറഞ്ഞു. ഏതായാലും ഈ സൂറത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അബസ വതവല്ല. ഈ സൂറത്ത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു പക്ഷേ ഈ കഥ അറിയാത്ത മുസ്ലിങ്ങൾ വളരെ അപൂർവമായിരിക്കും. പല വാഴകളിലൊക്കെ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയല്ല, കഥ നടന്ന സംഭവമാണ്. നടന്ന സംഭവങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഒട്ടുമിക്കവും പറഞ്ഞിട്ടുള്ളത്. അബസ വതവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുക പറയുമ്പോൾ വലിയ തെറ്റൊന്നുമല്ല, നിസ്സാരമായ വളരെ ചെറിയൊരു കാര്യം അള്ളാഹു ഒരു വലിയ ഗൗരവത്തിൽ ആ വിഷയത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സൂറത്ത് വെച്ചിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയാണ്. നമുക്ക് വ്യക്തി അഭിപ്രായം ഇതിൽ പറയേണ്ട ആവശ്യമില്ല, ഒരു ഒപ്പീനിയൻ പറയാണ്. വിശുദ്ധ ഖുർആൻ സത്യസന്ധമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ സൂറത്ത്. അല്ലെങ്കിൽ വേറെ ഭാഷ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരുള്ള സൂറത്താണിത്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് നഅൂദു ബില്ലാഹ് അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല തോന്നുകയാണ്. ഇതെന്നെ പറ്റി മോശമായിട്ട് ഞാൻ ചെയ്തൊരു തെറ്റ് പറയും, ഇതെന്ന് ജനങ്ങളോട് പറയണ്ടല്ലോ എന്ന് നബിക്കൊരു പക്ഷേ അങ്ങനെ ചിന്തിക്കാമായിരുന്നു. അപ്പോൾ ഈ ആബസ സൂറത്ത് വെച്ച് തന്നെ നമുക്ക് ന്യായമായിട്ടും അൽ അമീനായ, നമ്മുടെ കരളിൻ്റെ കഷ്ണമായ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ നബിയെ പറ്റി നമുക്ക് അൽ അമീൻ, വിശ്വസ്തൻ, അല്ലേ, സത്യസന്ധമായിട്ട് ആ വിഷയം ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബസ വതവല്ല. എന്താ അബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയിൽ ചുളിക്കലുണ്ട്, ഒരു ചുളിവ് വരുമല്ലോ നെറ്റിയിൽ, അതിനെ പറയാം അബസ് എന്ന് പറയാം. അത് ചുളിവ്. വത്തവല്ല പറഞ്ഞാൽ തിരിഞ്ഞു കളയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ചെയ്തൊരു പരിപാടി, ചെറുങ്ങനെ ഒന്ന് നെറ്റി ചുളിച്ചത്, ഒരാളെ നിന്ന് നോക്കി, ആ കണ്ണ് ഇങ്ങോട്ട് നോക്കി, ആ കണ്ണ് ആ നോക്കിയ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാതെ തൊട്ടുപുറത്തെ ഈ സ്വഹാബത്തല്ല, ആ നാട്ടിലെ കുറേശ്ശി പ്രമാണിമാരായിട്ടുള്ള വലിയ വലിയ ഹൈ ലെവൽ VVIPകളെ കണ്ടപ്പോൾ ഒന്ന് ആ മുഖം അങ്ങോട്ട് വെച്ചത് ഇങ്ങോട്ടൊന്ന് നോക്കി എന്ന തെറ്റ്. അത് യഥാർത്ഥത്തിൽ ഈ വന്നിട്ടുള്ള കണ്ണില്ലാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, ഈ ഒരു സഹാബി അള്ളാഹിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ അടുത്തേക്ക് കയറി വന്നതാണ്. ഓക്കെ, അപ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യേണ്ടതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ന്യായമായിട്ടും നല്ലത് ആലോചിച്ചതാണ്. ഇവിടെ ഖുറൈശി പ്രമുഖരായിട്ടുള്ള നാട്ടിലെ വലിയ പ്രമാണിമാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദീനിനെ പറ്റി. ഇവരെങ്ങാനും ഇസ്ലാം സ്വീകരിച്ച ആ അറബ് ലോകത്ത്, പ്രത്യേകിച്ച് ഖുറൈഷ്, അവരുടെ ഗോത്ര വർഗ സമൂഹങ്ങളിലൊക്കെ ഉപസമൂഹങ്ങൾ ഒരുപാടുണ്ട്, ഉപകുടുംബങ്ങൾ. ഖുറൈശികളിൽ തന്നെ പെട്ട ഹാഷിം കുടുംബത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ ഉപകുടുംബങ്ങളിലൊക്കെ പെട്ട അതിനൊക്കെ പ്രമാണിമാരുണ്ടാവും. ഓരോ ലീഡർ, രാജാവ്, ഓരോ കുടുംബത്തിനും ഒരു മൂത്ത കാരണവൻ. നമ്മൾ ഈ ആദിവാസികളൊക്കെ മൂപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നേതാവ് ഉണ്ടാവും, ആ ലീഡർമാരൊക്കെ ആരെങ്കിലും കിട്ടിയാൽ പിന്നെ അതൊന്നടങ്കം ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ മദീനയിലൊക്കെ അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. കുറേശ്ശി ആ മദീനയിലുള്ള ഗോത്ര തലവന്മാരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കൂട്ടമായി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഒക്കെ അവിടെ ചെന്നിട്ട് കൂട്ടമായിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാനുള്ളൊരു കാരണം അങ്ങനെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്യായമായിട്ടും അങ്ങനെയാണ് ചിന്തിച്ചത്, അല്ലാതെ മോശമായിട്ടൊന്നുമല്ല. മാത്രമല്ല അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിനെ നേരത്തെ മീറ്റ് ചെയ്തതാണ്. മാത്രമല്ല ഒരുപാട് ഇനിയും ഇനിയും സംസാരിക്കാം, ഇവർ പോയി കഴിഞ്ഞാലും സംസാരിക്കാമല്ലോ എന്ന രീതിയിൽ മാത്രമേ, അല്ലാതെ വ്യക്തിപരമായിട്ട് വിദ്വേഷം ഉണ്ടായിട്ടൊന്നുമല്ല.
മാത്രമല്ല ഏറ്റവും രസകരമായ കാര്യം അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തും ഇത് അറിഞ്ഞിട്ടില്ല. കണ്ണില്ലല്ലോ, കാണാൻ പറ്റില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് അവരോടാണ് എന്നുള്ളതൊന്നും അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തും അറിഞ്ഞ പോലുമില്ല. മുഖം ചുളിച്ചതും കണ്ടിട്ടില്ല. ആലോചിച്ച് നോക്കണേ, അള്ളാഹു അത് കാണുന്നു. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. ഞാനിവിടെ സംസാരിക്കുന്നത്, നിങ്ങളവിടെ അത് കേൾക്കുന്നത്, ഇതൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട്. എല്ലാ മൈക്രോ സെക്കൻഡിലും നമ്മുടെ വിചാരങ്ങളും അള്ളാഹ് അറിയുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ അതൊന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. ശബ്ദം കേൾക്കുന്നവരൊക്കെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. മനസ്സിൽ അബ്ദുല്ലാഹിബിൻ മക്തും ഇങ്ങനെ കയറി വരുന്നു, കണ്ണില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് ഇരുന്ന്, പിന്നെ നിലത്തോ ഇരുന്നാവാം, നിന്നിട്ടാവാം, വലിയ വലിയ നാട്ടിലെ പ്രമാണിമാരൊക്കെ വന്ന് ഒരു ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തൊക്കെ നിർത്തി അവർ വീട് അടുക്കൽ ഇങ്ങനെ നിന്ന് വലിയ സംസാരങ്ങൾ, വലിയ VVIPകളുമായിട്ട് സംസാരിക്കുമ്പോൾ അന്ധനായ മനുഷ്യൻ വന്നിട്ട് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദീന് പഠിക്കാൻ വേണ്ടി വല്ലാത്ത സന്തോഷത്തിൽ വന്ന് സംസാരിക്കുകയാണ് റസൂലിനെ കാണാൻ. എന്നാലാവട്ടെ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തും വളരെ മോശക്കാരെന്ന് പറഞ്ഞാൽ കുടുംബപരമായിട്ട് താഴെയുള്ള ആളൊന്നുമല്ല, അത്യാവശ്യം നല്ല കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷേ ഇവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് താഴെയാണെന്നേ ഉള്ളൂ. എന്നാൽ കണ്ണില്ല എന്ന കാരണം ആണ് ഒരു കാര്യം. പക്ഷേ ആ ഒരു വലിയ തെറ്റ്, ഇതിനെ വലിയൊരു തെറ്റായിട്ട് അവിടെ കാണുകയാണ്. ഇത് പറയുമ്പോൾ സാന്ദർഭികമായിട്ടും ഒരു കാര്യം, പ്രിയമുള്ളവരെ, നമുക്കും ഇതിൽ ചില പാഠങ്ങളുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരുത്തിയത് മാത്രമല്ല, ഇന്ന് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഈ ആയത്തിനെ തിരിച്ചു വെച്ച് നോക്കുക. നമ്മൾ ആരൊക്കെയാണ് പരിഗണിക്കുന്നത്, ആരൊക്കെ നമ്മൾ തള്ളുന്നു കൊള്ളുന്നു. നമ്മൾ പല രീതിയിലും ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടതിനെ, നമ്മുടെയൊക്കെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക പ്രിയമുള്ളവരെ. നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനയിലല്ലാത്ത ആളുകളോട് നമ്മുടെ സമീപനം എന്താ? സത്യം പറയും, നിങ്ങൾ പറ. സുന്നിയോ മുജാഹിദോ ജമാഅത്തോ ഏതാവട്ടെ, നിങ്ങൾ ഏത് പാർട്ടിയിലാണോ പ്രവർത്തിക്കുന്നത്, അതല്ലാത്തവർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ പാർട്ടിയിലുള്ള ആളുകളെ പോലെയാണോ നിങ്ങൾ കൈ കൊടുക്കുന്നത്, നിങ്ങൾ സലാം പറയണത്? അല്ലെങ്കിൽ അത് ശരിയാണോ? ശരിയല്ലല്ലോ. ഇനി പോട്ടെ, മുസ്ലിം അല്ലാത്ത ആളുകളോടുള്ള നിലപാടെന്താണ്? ഇനിയിപ്പോൾ പൈസ ഉള്ള ആളാണ്, അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ടുള്ള നല്ല സാമ്പത്തികമുള്ള ആളാണെങ്കിലെങ്കിൽ നിങ്ങളുടെ നിലപാടെന്താ ഇല്ലാത്തവരെ കാണുമ്പോൾ? അതൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും നമ്മളെപ്പോലെ ചുവന്ന രക്തമുള്ള, വയറ് വിശക്കുന്ന, മാനുഷികമായ എല്ലാ പരിമിതികളുമുള്ള മനുഷ്യന്മാരാണ് ഈ വന്ന് നിൽക്കുന്നതൊക്കെ. അവരൊക്കെ നമ്മൾ പരിഗണിക്കണം. അവരൊക്കെ പടച്ചവൻ്റെ സൃഷ്ടിയാണ്. ഖൽഖുള്ള, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പാണ് മുമ്പിൽ നിൽക്കുന്നത്. ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ അവരെ സമീപിക്കണം എന്ന ഇസ്ലാമിൻ്റെ തത്വത്തോട് ഞാനുങ്ങളും എത്രത്തോളം നീതിപൂർവ്വം നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇതിലേക്ക് ആബസവത്ത് വല്ലിയിലേക്ക് പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും ആയിരുന്നില്ല, നമുക്കറിയാലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്, അതുപോലെ തന്നെ സൽമാനുൽ ഫാരിസി നല്ല വൈറ്റാണ്, അത്രയും വൈറ്റ് കളറിലുള്ള മനുഷ്യനാണ്, സഹാബിയാണ്. ഇവരൊക്കെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊന്നുമല്ല വിഷയം. പക്ഷേ ഈ ഒരു സന്ദർഭമായിട്ട് ബന്ധപ്പെട്ടത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഏതെങ്കിലും രീതിയിലുള്ള, ഇപ്പോഴും ലോകത്ത് ഇന്നും യൂറോപ്പിലാകട്ടെ പല ഭാഗത്തും ഈ വിവേചനം അവിടെ നിൽക്കുന്നുണ്ട്. നിറത്തിൻ്റെ പേരിൽ, നിറം കറുത്തു പോയതിൻ്റെ പേരിൽ, വെളുത്തവന് കറുത്തവനെ കണ്ടുകൂടാ, കറുത്തവന് വെളുത്തവനെ കണ്ടുകൂടാ. താണ ജാതിക്കാരൻ, വലിയ ജാതിക്കാരൻ, കേരളമൊക്കെ എങ്ങനെയായിരുന്നു നമുക്കറിയില്ലേ പഴയകാലം. അപ്പോൾ ഇപ്പോഴും അതൊക്കെ ഉണ്ട്. വർഗം, പാർട്ടി, സമ്പത്ത് വലിയ മാനദണ്ഡമാണ്. ഉള്ളവനും ഇല്ലാത്തവനുള്ള അന്തരം കുടുംബത്തിലും ഉണ്ടാവും. അത് ചില കുടുംബത്തിലൊക്കെ ശരിക്കും ഇറങ്ങി പഠിച്ചാലേ നമുക്കറിയാൻ പറ്റത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിധത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ, ഡിസ്ക്രിമിനേഷൻ, അധമൻ താഴ്ന്നവൻ മേലെ, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ളതും ഇസ്ലാം വെച്ച് പൊറുപ്പിക്കുന്നില്ല.
ചീർപ്പിൻ്റെ പല്ല് പോലെ എല്ലാവരും സമന്മാരാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന വിശ്വസാഹോദര്യത്തിൻ്റെ മാനവികതയുടെ ദർശനമാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്ന ഒരു ബോധം നമ്മിലുണ്ടാവണം. ഒരിക്കലും ഏത് സദസ്സിലായാലും, കല്യാണ വീട്ടിലായാലും, പിന്നെ പള്ളിയിലായാലും, അങ്ങാടിയിലായാലും, എന്ത് ഫംഗ്ഷനിലായാലും ആളുകൾ ഓരോരുത്തരും വരുമ്പോൾ ഒരേ ചിരി മതി പ്രിയമുള്ളവരെല്ലാവരോടും. ഒരേപോലെ കൈ കൊടുക്കണം. ചിലരൊക്കെ കൈ കൊടുക്കുന്ന വിരലിൻ്റെ അറ്റം പിടിച്ചിട്ട് കുടഞ്ഞിടും. എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ചേർത്ത് തന്നെ നല്ല രീതിയിൽ മുസാഫഹത്ത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ പിടിച്ചവൻ കുടുങ്ങിയാന്നാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടിട്ട് ഒരിക്കലും കൈ പിൻവലിക്കാനില്ല. മറ്റുള്ളവർ വിടുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിക്കുകയും ആ അർത്ഥത്തിൽ നമ്മൾ ജീവിക്കണം. ഈ ദീനുമൊക്കെ ആയിട്ട് നടക്കുന്ന ചില ആൾക്കാരെ, ചില ഉസ്താദന്മാരെയും അതുപോലെ തന്നെ പള്ളിയിലെ പിന്നെ ഇമാമുമാരെയൊക്കെ കണ്ടാൽ തോന്നും തേനീച്ച മുഖത്ത് കുത്തിയാൽ വീർക്കൂലേ, അതുപോലെ മുഖം ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഒരു പുഞ്ചിരിയൊക്കെ കിട്ടണമെങ്കിൽ വല്ലതും കൊടുക്കേണ്ടി വരും. 1000-2000 കയ്യിൽ വെച്ച് കൊടുത്താലേ ഒരു ചിരി കിട്ടുള്ളൂ എന്ന അവസ്ഥയിലേക്കൊക്കെ മാറിപ്പോയിരിക്കുന്നവരൊക്കെ മാറി ചിന്തിക്കുകയും ജനങ്ങളുമായിട്ടുള്ള സഹവാസം, പൊതുജനങ്ങളുമായിട്ട് എല്ലാ മനുഷ്യരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാനുള്ള ദർശനം, ഇടപഴകണമെന്ന്, ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ പെരുമാറണമേ എന്ന ഒരു സന്ദേശം കൂടെ ഈ ആയത്തിൽ നമ്മളോടും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുന്നതോടൊപ്പം അഅമ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് അർത്ഥം വെക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ട് അന്ധൻ, കാഴ്ചയില്ലാത്ത ആൾ, അല്ലെങ്കിൽ വിജ്ഞാനമില്ലാത്ത, അജമി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കലുണ്ട്. അതിലും പെട്ട് അജ്ഞതയിൽ ഉള്ള വ്യക്തി എന്നും പറയാം. പക്ഷെ ഇവിടെ ന്യായമായിട്ടും അന്ധനായ ഒരു വ്യക്തി, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ ഒരു വ്യക്തി അവിടെ വന്നു. ആ അന്ധനായ വ്യക്തി വന്നതിൻ്റെ പേരിൽ അബസവത്തവൽ അദ്ദേഹം മുഖം ചുളിച്ച് തിരിഞ്ഞു കളഞ്ഞു. ആരെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബിയെ പറഞ്ഞ വിഷയം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നമ്മളത് അറിയുന്നത്. ആലോചിച്ച് നോക്കണം. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. ഇത് കുറച്ച് ഗൗരവത്തിലാണ്. ഇത് അള്ളാഹ് കുറച്ച് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ആദരവോടുകൂടി യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ എന്ന് പറഞ്ഞ അതേ വിശുദ്ധ ഖുർആനിലെ വചനമാണ് വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. നിനക്കെന്തറിയാം? അയാൾ വിശുദ്ധി കൈവരിക്കാൻ വേണ്ടി വന്നതാണെങ്കിലോ, അയാൾ വിശുദ്ധനാകാൻ വന്നതാണെങ്കിലോ നീ എന്തിനാണ് മുഖം ചുളിച്ച് കളഞ്ഞത്? നിനക്കെന്തറിയാം? നീ എന്താ വിചാരിച്ചത്? അയാൾ തസ്കിയത്തിന് വേണ്ടി വന്നതാണെങ്കിലോ, സംസ്കരണ പ്രക്രിയയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി വിശുദ്ധി നേടാൻ വേണ്ടി വന്നാണെങ്കിൽ നീ എന്ത് വിചാരിച്ചിട്ടാണ് തിരിഞ്ഞു കളഞ്ഞത്, മുഖം തിരിച്ചു കളഞ്ഞത്? അല്ലേ? ഗൗരവത്തിൽ അള്ളാഹിൻ്റെ ചോദ്യം റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ യദ്ദക്കറു, ഇനി അതല്ല, ഫതൻഫഅഹു സിക്റാ, അല്ലെങ്കിൽ ദിക്ർ, ഈ ഉപദേശങ്ങൾ അയാൾക്ക് ഉപകാരപ്പെട്ടെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നസീഹത്തുണ്ടല്ലോ, ഈ സംസാരങ്ങൾ, ഉപദേശങ്ങൾ, ഈ ദിക്റൊക്കെ അദ്ദേഹത്തിന് ഉപകാരപ്പെടുമെങ്കിലോ? മറ്റുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാഫിറുകളാണ്. അവർക്ക് സത്യം അറിയാത്തത് കൊണ്ടല്ല, അവർ മുശ്രിക്കുകളാണ്. അവർക്ക് ബിസിനസ്സാണ് പ്രധാനം എന്ന ധ്വനിയാണ് അള്ളാഹ് ഈ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. നബി ചിന്തിക്കണം എന്താണ്? വലിയ ലീഡേഴ്സൊക്കെ അങ്ങോട്ട് ഇസ്ലാമിൽ വന്നാൽ പിന്നെ വേറൊന്നും നോക്കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് അതല്ല, മുമ്പിൽ വരുന്ന ഏതൊരു മനുഷ്യനും മേലുള്ളാവട്ടെ താഴെയുള്ളാവട്ടെ അവർ ഉപദേശം ആഗ്രഹിക്കുന്നവർക്കും വേണം കൊടുക്കാൻ. വിശക്കുന്നവനെ ഭക്ഷണം കൊടുക്കണ്ട്, പാവങ്ങൾക്ക്, അപ്പോൾ അവർക്ക് അതിന് വിലയുണ്ടാവും. അതുപോലെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കണം. അതുപോലെ ഉത്ബോധനം ആഗ്രഹിച്ച് തിരിച്ചു വരുന്ന ആളുകളെ കൈ നീട്ടി സ്വീകരിക്കണം. മറ്റവരെ പിന്നാലെ കൂടണ്ടെന്നല്ല, അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ചിന്തിക്കാനും മനസ്സിലാക്കാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു വരുന്നവരില്ലേ, അവരെ സ്വീകരിക്ക്. ഇവരുണ്ടല്ലോ, ഈ സ്ഥാൻ, അതായത്
ആ വലിയ ഡംബുമായിട്ട് നടക്കുന്ന അഹങ്കാരികളായിട്ടുള്ള താൻ പോരിമയായിട്ട് നടക്കുന്ന മനുഷ്യന്മാരില്ലേ, ഈ അഹങ്കാരികൾ, ഇവരെ പിന്നാലെ ഒന്നും നടക്കണ്ട, അവരെ വിട്ടേക്ക്, അവരെ പാട്ടിന് വിട്ടേക്കെന്നാണ്. താൻ പോരിമ നടക്കുക, ഞാൻ എനിക്ക് മതി എന്നുള്ള വിചാരമായിട്ട് നടക്കുന്ന അഹങ്കാരികൾ അതെല്ലാ കാലത്തും ഉണ്ട്. അവരോടൊന്നും സംസാരിക്കാൻ പോയിട്ട് കാര്യമില്ല. ബഖറയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞില്ലേ, അവരോട് സംസാരിക്കുന്നതും സംസാരിക്കാതിരിക്കുന്നതും സമമാണ്. നല്ലൊരു വാക്കിൽ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അങ്ങനത്തെ മനുഷ്യന്മാരോട് വിട്ടേക്ക്. നീ അവൻ്റെ നേരെ നീ ശ്രദ്ധ തിരിച്ചു. ആരെ നേരെ? നീ ചെയ്ത പണി എന്താണ്? അബസവത്വമല്ല, കണ്ണില്ലാത്ത ഒരു മനുഷ്യൻ്റെ അടുത്ത് മുഖം ചുളിച്ച് കാണിച്ചു. എന്നാലാവട്ടെ ആ കണ്ണില്ലാത്ത മനുഷ്യൻ സ്വന്തം ചിന്തിക്കാനും തസ്കിയത്ത് നേടാനും അത് അയാളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുമാകും എന്നൊക്കെ ഉണ്ടായിട്ടും, അതങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സാധ്യത ഉണ്ടായിട്ടും ഇത് നോക്കാതെ സ്വന്തം താൻ പോരുമയും അഹങ്കാരിയായിട്ട് നടക്കുന്ന ആൾക്കാരിലേക്ക് നീ മുഖം തിരിച്ചില്ലേ? ഒരു ശാസിക്കുന്ന സ്വഭാവത്തിലാണ് ഈ ആയത്തുള്ളത്. അള്ളാഹിൻ്റെ റസൂലിനെ ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂലിനോട് മാത്രമല്ല കേട്ടോ, ഇതിങ്ങനെ ഉത്ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാട്ടോ. നിങ്ങൾക്ക് 3 മക്കളുണ്ടെന്ന് വിചാരിക്കുക. 3 മക്കളും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ മൊബൈൽ കളിച്ച് അതിലിങ്ങനെ തോണ്ടി കുത്തിരിക്കുകയാണ്. ഒരു ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല. ഇവിടെ ഉമ്മയും ബാപ്പയും കാത്തിക്കുകയാണ്. 3 ആളും വിളിക്കാൻ തുടങ്ങി. കുറേ നേരം അമ്മ വിളിക്കണം. ബാപ്പ ഇങ്ങോട്ട് എണീറ്റ് 3 മക്കളുടെ മൂത്തവനെ പിടിച്ചൊരൊറ്റ അടിയാ. എന്നിട്ട് ഫോൺ ഇങ്ങോട്ട് വാങ്ങി ഭക്ഷണം കഴിക്കാൻ വിളിച്ച് ഞങ്ങളോട് ഫോണിൽ കളിച്ചിരിക്കുക. അടി കിട്ടിയതായിരിക്കാ മൂത്തവന്. ബാക്കി 2 കുട്ടികളും വേഗം ഫോൺ വെച്ചിട്ട് നേരെ ടേബിളിൻ്റെ അടുത്തേക്ക് വരും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാസിക്കുക എന്ന് പറഞ്ഞാൽ നബിയെ മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഇത് പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ എല്ലാ സമയവും മറ്റുള്ളവരെല്ലാവരും ഒരുപോലെ പരിഗണിക്കണം എന്ന ഒരു കാര്യം, അത് ദീനീ പ്രബോധന രംഗത്ത് മാത്രമല്ല എല്ലാ വിഷയത്തിലും പരിഗണിക്കണം എന്ന ഒരു ഉത്ബോധനം ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നമ്മൾ കാണണം. അതിനുള്ളിൽ നമ്മൾ വായിച്ചെടുക്കണം. വമാ അലൈക അല്ലാ യസ്സക്ക. ഇനിയിപ്പോൾ ഇവരിനിപ്പോൾ നന്നായില്ലേൽ നിനക്കെന്താണ്? കുറച്ചുകൂടെ കടുപ്പത്തിലാ കാര്യങ്ങൾ ചോദിക്കണത്. ഈ പ്രമാണിമാർ നന്നായില്ല, എനിക്കെന്താ? നീ നിൻ്റെ ജോലി ആത്മാർത്ഥമായി ചെയ്താൽ മതി, അവിടെ പ്രമാണിത്വം നോക്കണ്ടില്ല എന്ന്. എന്നാൽ നിൻ്റെ അടുത്തേക്ക് ജാഅക വളരെ നല്ല രീതിയിൽ ഓടി അടുത്ത് വന്നവൻ അറിയാം, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ പിന്നെയും പറയാം. എത്ര വട്ടപ്പം മെൻഷൻ ചെയ്യുന്ന 3-4 പ്രാവശ്യമായി ആ വ്യക്തിയിലേക്ക് മെൻഷൻ ചെയ്യുന്നു. വഹുവ പിന്നെയും പറയാ, ചേർത്ത് പറയാം, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ വഹുവ യഖ്ഷ, അയാൾ ഭയപ്പെട്ടിട്ടാണ്. അയാൾ ഭയപ്പെട്ടിട്ട് വന്ന, യഖ്ഷ എന്ന് പറഞ്ഞാൽ പേടിക്കാന്നല്ല കേട്ടോ, പേടിയോട് ഒരു ബഹുമാനത്തോടുള്ള ഒരു ഭയം ഉണ്ടല്ലോ. തസ്കിയത്തിൻ്റെ ആ തസ്കിയത്തിലേക്ക് മനസ്സ് വെമ്പുന്ന, അള്ളാഹുവിൻ്റെ ഹബ്ബിലേക്ക് ചേരാൻ അണയാത്ത ആഗ്രഹവുമായിട്ട് വന്ന ആ വ്യക്തി, അതൊക്കെ നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാം. അപ്പോൾ എന്നിട്ടും അങ്ങനെയൊക്കെ വന്നിട്ടും നീ മറ്റവൻ്റെ കാര്യത്തിലാ ശ്രദ്ധ. ആരുടെ കാര്യത്തിൽ? പ്രമാണിമാരുടെ കാര്യത്തിൽ. കല്ല ഇന്നഹാ തസ്കിറ. എന്നാൽ ഇത് നീ ഉത്ബോധനം ചെയ്താൽ മതി. ഇത് ഉത്ബോധിപ്പിക്കേണ്ട, ഇതൊരു ഉത്ബോധനമാണ്. ഈ ഉത്ബോധന പ്രവർത്തനങ്ങൾ അത് ആവശ്യക്കാരിൽ ചെയ്താൽ മതി. അത് ആവശ്യം ഉള്ള ആളുകൾ, തേടുന്നവർക്ക്. ആർക്കാ ഉത്ബോധനം ആഗ്രഹിക്കുന്നവരുണ്ടോ അവരിത് ഉത്ബോധനം ഉൾക്കൊള്ളട്ടെ. അവർക്ക് അതിനുള്ള ഉത്ബോധനം, അതിന് നമ്മളിപ്പോൾ പറയില്ലേ, പലരും പറഞ്ഞ കാര്യം, അള്ളാഹ് നേരത്തെ തീരുമാനിച്ചില്ല ആരൊക്കെ സ്വർഗത്ത് പോകണം നരകത്ത് പോകണം, പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നമ്മളെ പോലെ ജീവിക്കുക. അങ്ങനെയല്ലല്ലോ. നമുക്കൊരാളുടെ കൽബ്, മനുഷ്യന് വിവേചന ശേഷി ഇവിടെ തന്നിട്ടുണ്ട്. നല്ലതെന്ത് തെറ്റെന്ത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ട്. ആ ബോധത്തിൽ ഇപ്പോൾ ഈ ഖുർആൻ ക്ലാസ്സൊക്കെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്,
നിങ്ങൾക്ക് ആ ബോധമുള്ളതുകൊണ്ടോ നിങ്ങൾ കേൾക്കുന്നത്? ഈ യൂട്യൂബ് ചാനൽ കേരളത്തിലില്ലേ? നിങ്ങൾ ഈ കേൾക്കുന്ന നിങ്ങളല്ലാതെ എത്ര മലയാളികളുണ്ട്? ഇവരാരും ഇത് കേൾക്കണില്ലല്ലോ. എന്താ കേൾക്കാത്തത്? ഓൽക്ക് വേണ്ട. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ശരിയല്ലേ? എല്ലാവരും കേൾക്കണം എന്നല്ല ഞാൻ പറയുന്നത്, കേൾക്കണ്ടെന്നുമല്ല. അവർക്കിത് വേണ്ട. അവരും ഈ യൂട്യൂബിൽ ഇങ്ങനെ തുറക്കുമ്പോൾ അതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാ ഖുർആൻ മലയാളം സൂറത്ത് ആയത്ത് ചാപ്റ്റർ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓൽക്കിത് തുറന്ന് നോക്കാൻ സമയമില്ല, നേരമില്ല, അവർക്ക് ആവശ്യമില്ല. ഓൽക്കിത് ഓലേതായ വഴിയോല് വെട്ടി ഓലെ ഖബറിൽ അവരുടെ ജീവിതം അവരുടെ ഓല ആഗ്രഹിക്കണില്ല, അവർക്ക് വേണ്ട. ഹിദായത്ത് തേടുന്നോൾക്കുള്ളതാണ്. അതാണ് ഈ ആയത്ത് പറയുന്നത്. ഫമൻ ഷാ ആർക്കാണ് ഉദ്ദേശമുള്ളത് ദിക്റിൽ എത്തണമെന്ന്, ആർക്കാണോ ഉത്ബോധനം സ്വീകരിക്കാൻ താല്പര്യമുള്ളത് അവർക്കിത് പ്രയോജനപ്പെടും, അതിലേക്ക് അവരെത്തും. അതുകൊണ്ട് ഈ ഇങ്ങനത്തെ ആൾക്കാരെ പിന്നാലെ പോണ്ടെന്നാണ് അതിൻ്റെ വേറൊരു മാന. ഒന്ന് ഉത്ബോധനം വേണമെന്ന് ആഗ്രഹിച്ച് ഉമ്മിയായ ഒരു കണ്ണില്ലാത്ത വ്യക്തി വരുന്ന ആണെങ്കിൽ പോലും അവരെ സ്വീകരിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക. ഇങ്ങനത്തെ ആളുകളെ, കാഫിറുകളുടെ പിന്നാലെ, സത്യനിഷേധത്തിൽ വലിയ അഹങ്കാരികളായ ആളുടെ പിന്നാലെ ഒന്നും പോകേണ്ട കാര്യമില്ല. നീ നിന്റെ ജോലി ചെയ്താൽ മതി. ഫീ സഹഫിൻ മുകറമ, ഇത് ആദരണീയമായ ഏടുകൾ, ഉന്നതമായ പവിത്രമായ ഏടുകളിലാണുള്ളത്. മർഫൂഅത്തിൻ മുതഹറ, ഉന്നതവും ശുദ്ധിയുള്ള, തഹറ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള, ഔന്നിത്യമുള്ള, റഫ എന്ന് പറഞ്ഞാൽ ഉയർന്ന പരിശുദ്ധമായ ആദരിക്കപ്പെട്ട, ഈ മദ്ഹ് പറയും വിശുദ്ധ ഖുർആൻ്റെ, ബിഐദി സഫറ, സന്ദേശവാഹകർ. അപ്പോൾ ഈ സഫറ എന്ന് പറഞ്ഞാൽ ഈ മെസ്സഞ്ചേഴ്സ്. ആ സഫർ പറഞ്ഞാൽ മുസാഫിർ, നമ്മൾ യാത്രക്കാരെന്ന് പറയില്ലേ, അതുപോലെ ഒരു സംഭവത്തെ ട്രാൻസ്മിറ്റർ ഇല്ലേ, ഒന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്ന. അപ്പോൾ അത് മലക്കുകളെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ മലക്കുകൾ, സഫറായിട്ടുള്ള മലക്കുകൾ, ഇതിങ്ങനെ കൊണ്ടുവരുന്ന സന്ദേശവാഹകരുടെ കൈകൾ, അവർക്ക് കൈയുണ്ടോ ഇല്ല എന്നല്ല ഇവിടെ വിഷയം. എന്ന് വെച്ചാൽ കയ്യിലാണല്ലോ സാധനം ഒരാളോട് വാങ്ങിയോട് കൊടുക്കുക. അപ്പോൾ അവരുടെ കൈകളിൽ ആണിതുള്ള. ആരുടെ കയ്യിൽ? ശുദ്ധിയുള്ള, വിശുദ്ധരായ, ഉന്നതരായ, ആദരണീയരായ അവരുടെ കയ്യിലുള്ള ഈ വേദഗ്രന്ഥം. ഏത് വേദഗ്രന്ഥം? ഈ ദിക്ർ ആകുന്ന വിശുദ്ധ ഖുർആന് ദിക്ർ എന്നൊരു വാക്കും കൂടെ ഉണ്ട്. ഖുർആനെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫമൻ ഷാ ദക്കറ, ആരാണ് ഖുർആൻ ആഗ്രഹിക്കുന്നത്? ഖുർആൻ എന്ന് പറഞ്ഞാൽ സ്മരണ ആഗ്രഹിക്കുന്നത്. ദൈവത്തിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്, ഓർക്കുക എന്ന് പറഞ്ഞാൽ ഓർക്കലല്ല, അള്ളാഹിനനുസരിച്ച് ജീവിക്കലാണ്. അത് കുറുക്കും, നിങ്ങൾ തന്നെ ഓർക്കും, ഞങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും നമ്മൾ പറഞ്ഞ വിഷയമാണിത്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തലല്ല, അള്ളാഹിനെ ദിക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞ് ദിക്ർ ചെയ്യലല്ല, അത് ചെയ്യേണ്ടെന്നല്ല. ആ ദിക്ർ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടണം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊരു 10 ഉറുപ്യ ഇങ്ങോട്ട് കിട്ടുകയാണ്, ഹലാലല്ല നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോക്കറ്റിൽ വെക്കുമ്പോൾ അള്ളാഹിനെ ഓർക്കുകയാണ്. അള്ളാഹ് അത് വേണ്ട, അള്ളാഹ് കണ്ട് അവിടെ കൊടുത്താൽ അവൻ പറയില്ല 10 ഉറുപ്യ ഇങ്ങോട്ട് എടുത്താൽ അത് നമ്മളവിടെ കൊടുക്കുക. ഇതിനാണ് ദിക്ർ എന്ന് പറയുക. അപ്പോൾ ആ ദിക്ർ, അതാണ് ഖുർആൻ്റെ വഴി, അതാണ് ദീനിൻ്റെ വഴി. ആ ദീനിൻ്റെ വഴിയിലേക്ക് ഉന്നതമായ, ശുദ്ധിയുള്ള, വിശുദ്ധരായ, ഉന്നതമായ, ആദരണീയരായ മലക്കുകളുടെ കൈകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഈ വേദഗ്രന്ഥം കിറാമിം ബററ, അത് തീർന്നില്ല, ഇനിയും പറയണേ. കിറാമിം ബററ, പുണ്യവാന്മാരായ, കരീം, മാന്യരും പുണ്യവാന്മാരുമായിട്ടുള്ള, ഉന്നതന്മാരായിട്ടുള്ള കൈകളിലുള്ള ഈ വേദഗ്രന്ഥം. ഖുതിലൽ, എന്നാൽ വേറെ വിഷയം, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, പക്ഷെ മനുഷ്യൻ നന്ദിയില്ലാത്തവരാണ്. നന്ദിയില്ലാത്തവരിതിനെ നിഷേധിക്കുകയാണ്. ഈ ഖുർആനെ, ഈ ഔന്നിത്യത്തിൻ്റെ, വിശുദ്ധിയുടെ, പരിശുദ്ധിയുടെ, ഔന്നിത്യത്തിൻ്റെ, ആദരണീയമായ, ഉന്നതമായ, പവിത്രമായ ഈ വേദഗ്രന്ഥം
അതിനെ ഈ മനുഷ്യന്മാർ നിഷേധിക്കുകയാണ്. നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിൻ്റെ ആ സദസ്സിലുണ്ടായിരുന്ന ഉന്നതമായ VVIPs ഇല്ലേ, അവർ നിഷേധിക്കുകയാണ്. അവർ മാത്രമല്ല, ലോകത്തെല്ലാ കാലത്തും ഇത് വിശുദ്ധ ഖുർആൻ നിഷേധിക്കുന്ന സർവ്വ നിഷേധികളെയും, ദീനിനെ, ഇസ്ലാമിനെ, ഇസ്ലാമിൻ്റെ നിയമ സംവിധാനങ്ങളെ, ഇസ്ലാമിൻ്റെ ഷാറുകളെ അടക്കം നിഷേധിക്കുന്ന നിഷേധ സ്വഭാവമുള്ളവരൊക്കെ കേൾക്കേണ്ട കാര്യമാണ്. ഖുത്തിലൽ ഇൻസാനു മാ അക്ഫറ. ഇവിടെ ഖുത്തില എന്നുള്ള പദത്തിന് ഖാത്തൽ, യുദ്ധം എന്ന് പറയാം. യുദ്ധത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങളെ ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പം ഗസയിലും ഫലസ്തീനിലും ഒക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇവിടെ ഇസ്രായേലിലടക്കം ബോംബാക്രമണം നടന്ന, മിസൈൽ ആക്രമണം നടന്ന അവിടെ അതിനുശേഷമുള്ള ഫോട്ടോ നമ്മൾ കണ്ടില്ല, എല്ലാം നശിച്ച് എല്ലാം ഇങ്ങനെ തവിട് പൊടിയായി കിടക്കുന്ന അവസ്ഥയല്ലേ, അതിനെ പറയാം. അങ്ങനത്തെ അവസ്ഥയിൽ എത്തുന്നതാണ് ഈ നിഷേധിച്ചവരൊക്കെ. ആ കുത്തിലയിലെ അവസ്ഥയിലേക്ക്, യുദ്ധം കഴിഞ്ഞ് നശിപ്പിക്കപ്പെട്ട ആ ഒരവസ്ഥയിലേക്ക് അവരെത്തും. അവനങ്ങനെ തൊലഞ്ഞൊരവസ്ഥയിലാവും. അവൻ തൊലഞ്ഞ് ഇല്ലാതെയായി, അവൻ നിഷേധിയായിട്ട് മാറുന്നു. ആര്? ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെയും ഇതിൻ്റെ താല്പര്യങ്ങളൊക്കെ നിഷേധിച്ചവൻ. മിൻ അയ്യി ഷൈഇൻ ഖലഖ. അവന് ഒന്ന് ചിന്തിക്കട്ടെ, എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. നീ എങ്ങനെ, എന്തെന്നാണ് ഉണ്ടായത് എന്നുള്ള ഒരു ബീജം, ഒരു ചെറിയ കണ്ണുകൊണ്ട്, മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നേരെ നോക്കി കാണാൻ പോലും പറ്റാത്ത വളരെ നിസ്സാരമായ ഒരു തുള്ളിയിൽ നിന്ന് നീ സൃഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഒരു നുത്ഫ, ഒരു ബീജത്തെന്നാണ് അവനെ ഫഖദ്ദറ, സൃഷ്ടിച്ച് കുറ്റമറ്റതാക്കി അവനെ വളർത്തി പടിപടിയായി. ആ ഒരു പ്രോസസ്സ് എന്നാല് 9 മാസവും 10 ദിവസവും ഉമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ നിസ്സാരമാണ്. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? ഉമ്മാൻ്റെ വയറ്റ് നമുക്കറിയോ, നമ്മുടെ മൊത്തം വയസ്സിൻ്റെ 1 വർഷം മുമ്പത്തെ കൊല്ലത്തെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ബർത്ത്ഡേയുടെ ഒരു 9 മാസം മുമ്പ് നമ്മൾ ഉമ്മാൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു ബീജം അണ്ടുമായിട്ട് ചേർന്ന് വളരെ നിസ്സാരമായ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം നോക്കിയാൽ കാണാവുന്ന അതിസൂക്ഷ്മമായ ഒരവസ്ഥയിൽ നമ്മളിങ്ങനെ വലുതായി, അതിങ്ങനെ ഒരു കടലമണിയോളം, പിന്നെ എങ്ങനെ വലുതായ ഒരു ചെറുനാരങ്ങ, ഒരു ക്രിക്കറ്റ് ബോൾ, പിന്നെ ഒരു ഫുട്ബോളോടും ആ വലുപ്പം ഇങ്ങനെ 2 കിലോയിലേക്ക് നമ്മളിങ്ങനെ മാറുന്ന എന്തുമാത്രം മനോഹരമായ സൃഷ്ടിപ്പാണ് മനുഷ്യൻ്റെത്. എന്നിട്ട് അവൻ്റെ വഴി എളുപ്പാക്കി കൊടുത്തു. ഏത് വഴി എളുപ്പാക്കി കൊടുത്തത്? അവൻ്റെ ജീവിത വഴി, അവൻ്റെ ജീവിക്കാനുള്ള, അന്നം തേടാനുള്ള വഴി മാത്രമല്ല, ഹിദായത്തിൻ്റെ വഴി അവൻ എളുപ്പാക്കി കൊടുത്തു. പക്ഷേ പിന്നെ അള്ളാഹു അവനെ മരണപ്പെടുത്തുന്നു, പിന്നെ അവനെ കൊല്ലുന്നു, ഖബറിലേക്ക് അവനെ വെക്കുന്നു, ഖബറിലേക്ക് അവനെ മറമാടുന്നു, അവൻ മണ്ണോട് ചേരുന്നു. പിന്നെ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അൻഷറ, അവനെ രണ്ടാമതും പുനഃസൃഷ്ടിക്കുന്നു, പിന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. അമറ, അള്ളാഹു അവനോട് പറഞ്ഞത് ഇപ്പോഴും ഇനി അവനത് നിറവേറ്റിയില്ല. ആര്? ഈ കാഫിറുകളുടെ കാര്യം പറയണത്, തിരിഞ്ഞു കളയുന്ന നിഷേധികളായ മനുഷ്യന്മാരുടെ കാര്യം പറയുന്നത്. അവനോട് കൽപ്പിച്ചത് അവൻ നിർവഹിച്ചിട്ടില്ല. അവനോട് അമറ, എന്താ മനുഷ്യനോട് ഈ ഭൂമിയിൽ തിന്നാനാണോ ഉറങ്ങാനാണോ? അല്ല, അള്ളാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. നമ്മുടെ തോന്നലുകൾക്കല്ല. നമുക്ക് പലതും തോന്നും, ഇപ്പോൾ ഉറങ്ങണം തോന്നും, ഇപ്പോൾ നടക്കണം തോന്നും, തിന്നണം തോന്നും, അങ്ങോട്ട് പോകണം. നമ്മുടെ തോന്നലല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതാ അള്ളാഹ് പറഞ്ഞ കൽപ്പന. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി. എന്നിട്ടും ഇനി ബോധമില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം നോക്കിയാൽ മതി പ്രിയമുള്ളവരെ. വേറൊന്നും നോക്കണ്ട, അള്ളാഹിനെ കണ്ടെത്താൻ ഭക്ഷണം മാത്രം. ഒരു അരിമണി എടുത്തിട്ട് വെറുതെ 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ പിടിച്ച് കണ്ണിൻ്റെ നേരെ വെച്ചിട്ട് അരിമണിയിലേക്ക് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചോറിൻ്റെ വറ്റെടുത്തിട്ട് കഥ പറയൂ എന്ന് ചോദിച്ചു നോക്കുക. ഈ അരിമണിയോട് ഒരു കഥ പറയണ്ട അരിമണിക്ക്. ഈ അരിമണി ഇങ്ങനെ അരിമണി ഒരു യാത്ര ചെയ്തിട്ട് വരിക, വലിയൊരു യാത്ര തുടങ്ങുന്നത് ആകാശലോകങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ നൂറിൽ നിന്ന് വരുന്ന അരിമണിയാണ് നമ്മുടെ കയ്യിൻ്റെ വിരലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അരിമണി.
അത്ഭുതമല്ലേ ഇത്? ആകാശലോകങ്ങളുടെ സർവപ്രപഞ്ചങ്ങളുടെ ആകാശലോകങ്ങളിൽ കാണുന്ന നക്ഷത്രങ്ങളുടെയും അനന്തപ്രവിശാലമായ ആകാശലോകങ്ങളുടെ അപ്പുറത്ത് ഒരു അത്ഭുത പ്രകാശം, അള്ളാഹുവിൻ്റെ നൂർ. ആ പ്രകാശം സൂര്യപ്രകാശമല്ല, അത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ഭൂമിയിൽ എല്ലാ ലൈറ്റും കത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പവർ കൊണ്ടാണല്ലോ, ശാസ്ത്രീയമായിട്ട് അല്ലേ? അപ്പോൾ ഈ സൈക്ലിംഗ് പ്രക്രിയ ഇതെല്ലാം ആകാശലോകത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു വലിയ പ്രകാശത്തിൻ്റെ ആ അള്ളാഹുവാകുന്ന അത്യത്ഭുതമായ നൂർ, അള്ളാഹിൻ്റെ നൂറിൻ്റെ ആ വെളിച്ചത്തിൻ്റെ ശക്തി, ആ പവറിൻ്റെ ഒരംശത്തിൽ, എത്രയോ അംശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു കിരണമാണ് സൂര്യൻ്റെ വെളിച്ചം. അള്ളാഹിൻ്റെ പവറിലാണ് ആ സൂര്യൻ ലൈറ്റ് കത്തുന്നത്. ആ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ടല്ലേ കടലിലെ വെള്ളം ജലമായ ആകാശത്തേക്ക് വരുന്നത്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്കൊക്കെ അറിയില്ലേ, നമ്മൾ ഫ്ലൈറ്റ് ഇടയ്ക്ക് ഇങ്ങനെ ഈ KSRTC കയറിയ പോലെ ഇങ്ങനെ ഒരു ഫീലായിരിക്കും ആകാശത്തോടെ പോകുമ്പോൾ. ചില സമയത്ത് ഫ്ലൈറ്റ് ഇങ്ങനെ കുലുങ്ങും. എന്താ അവർ പറയുന്നത്? ശാസ്ത്രീയമായിട്ട് മേഘങ്ങളുടെ ശക്തി, കാറ്റിൻ്റെ ശക്തി. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കണം, ഫ്ലൈറ്റിൽ നിന്ന് മെല്ലെ പുറത്ത് നോക്കിയാൽ കാണാം മേഘങ്ങൾ ഇങ്ങനെ കട്ടക്കട്ടയായി കൂട്ടം കൂട്ടമായി ഇങ്ങനെ പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. ഈ ചലിക്കുന്ന മേഘങ്ങളെ കാറ്റ് കൊണ്ടുവരിക. എവിടുന്ന് കൊണ്ടുവരുന്നത്? കടലിൽ നിന്ന്. കടപ്പുറത്ത് പോയാൽ നമുക്ക് കാണാം മേഘങ്ങൾ ഇങ്ങനെ കരയിലേക്ക് അടിച്ച് കയറുന്നത്. എന്തൊക്കെ സംവിധാനങ്ങളല്ല അവിടെ ഒരുക്കി വെച്ചത്. അപ്പോൾ ഈ സൂര്യൻ ഉള്ളതുകൊണ്ടാണ് ഈ മഴ മേഘങ്ങൾ ഉണ്ടാവുന്നത്. അതിൻ്റെ ഉപ്പുവെള്ളം ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തിട്ട് മഴയാക്കി മാറ്റുന്ന സൺലൈറ്റാണ്. അത് കൊണ്ടുവരുന്ന കാറ്റിന് അല്ല അയച്ചത്. ആ ഓക്സിജൻ ഈ ഭൂമിയിലേ ഉള്ളൂ അല്ലേ, വേറെ ഗ്രഹങ്ങളിലതില്ല മനുഷ്യനിവിടെ ജീവിക്കാൻ. അപ്പോൾ അതിങ്ങനെ വേറെ ഇല്ലയെന്ന് നമ്മുടെ അറിവ് കേട്ടോ. ഖുർആനിൽ അങ്ങനെ ഒരു അറിവ് പറഞ്ഞതായിട്ടില്ല. പക്ഷെ ഇങ്ങനെ വരുന്ന ഈ മഴമേഘങ്ങൾ ആകാശലോകത്തുനിന്ന് മഴയായിട്ട് താഴോട്ട് തുള്ളിയായിട്ട് വർഷിച്ച് അത് പച്ച മണ്ണിൽ വീണ് അവിടുന്ന് പൊട്ടി മുളച്ച് വളർന്ന ചെടിയുടെ ആ നെല്ല് ഏതോ ദേശത്ത് ഏതോ നാട്ടിൽ ആരോ കൃഷി ചെയ്തത്, അത് വളർന്ന് വലുതായി, വിത്ത് വളർന്ന് വലുതായി കതിരുകളായി മാസങ്ങളോളം എടുത്ത് അതിന് വെള്ളം സേവിച്ച് അല്ലേ, അതിങ്ങനെ അതിൻ്റെ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ഏതൊക്കെയോ വണ്ടികളിലൂടെ, കടകളിലൂടെ, ചാക്കുകളിലൂടെ എവിടേക്കോ കടന്ന് നമ്മുടെ വീട്ടിലെ സ്റ്റോർ റൂമിലേക്ക് എത്തിയ കഥ പറയുന്ന അരിമണിയുടെ ചോറിൻ്റെ ഒരു അരിമണിയുടെ വറ്റെടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കിയാൽ അതിൻ്റെ കഥ പറയും. നിങ്ങൾ ഭക്ഷണം നോക്കിയാൽ മതി. ഒരു പഴം, നേന്ത്രപ്പഴം ആവട്ടെ, ചെറിയ മൈസൂർ പഴം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ, ഒരു മുന്തിരി, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്ത് നമ്മുടെ കയ്യിൽ വെക്കുമ്പോഴും ഇതന്നെ, ഇതിനൊക്കെ കഥ പറയാനുണ്ട്. ആകാശലോകങ്ങളുടെ അപ്പുറത്തുള്ള ഒരു നൂറിൽ നിന്നാണ് ഞാൻ ഉണ്ടായത് എന്ന കഥ ഓരോ അരിമണിയിലും എഴുതി വെച്ചിട്ടുണ്ട് അത്രേ, ഇതാര് തിന്നണമെന്ന്. മരണം പേടിക്കുന്ന ആൾക്കാർ, ചിലർക്കൊക്കെ മരണം ഭയങ്കര പേടിയാണ്. മരിച്ചു പോട്ടെ, പോകാനല്ലേ ജീവിച്ചത്, നമ്മൾ ജനിച്ചിട്ടെങ്കിൽ മരിക്കും. പക്ഷേ ഈ മരണം പറയുന്ന ആളോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര തിന്നണം എന്നുള്ള നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ തിന്നും, അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഏത് നാട്ടിൽ പോയാലും എവിടെ പോയാലും കഴിക്കാൻ പോകുന്ന ഭക്ഷണം അത് കഴിച്ചിട്ടേ നിങ്ങൾ മരിക്കുള്ളൂ. അള്ളാഹ് നമുക്ക് വിധിച്ചതുണ്ട്. അതുകൊണ്ട് ഭക്ഷണം തന്നെ ഒന്ന് നോക്കിയാൽ മതി, അള്ളാഹിനെ കണ്ടെത്താം. എൻ്റെ ഭക്ഷണത്തിലേക്ക് അവനൊന്ന് നോക്കിയാൽ അവൻ അള്ളാഹുവിനെ കണ്ടെത്താം. അപ്പം നമ്മൾ പറഞ്ഞ ടോപ്പിക് തന്നെയാണ് അടുത്ത ആയത്തിൽ വന്നു. ഭൂമി പിളർന്ന് ഒരു പിളർത്തലുണ്ടായി. ഒരു വെള്ളത്തിൻ്റെ ഒരു സ്പ്രേ ഉണ്ടായപ്പോൾ ഭൂമിയുടെ മഴവെള്ളം ആകാശത്തുനിന്ന് ഈ പറഞ്ഞ സൈക്ലിംഗ് മഴമേഘങ്ങൾ സ്പ്രേ ചെയ്യുന്നതിനാണ് സ്വബ്ബ എന്ന് പറയാം. സ്പ്രേ പറഞ്ഞാൽ മഴത്തുള്ളികൾ ആകാശത്തുനിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് വീഴുന്നില്ല, ഷവർ ചെയ്യുന്ന പോലെ. ആ ഒരു സംഭവത്തെ ഇവിടെ വർണ്ണിക്കുകയാണ്. ഭക്ഷണത്തിലേക്ക് എത്തുന്ന കഥ പറയാം. സുമ്മ ഷക്കക്കിനല്ലാറുള്ള ഷക്ക, ഭൂമി ഒരു പിളർത്തൽ പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ ഇങ്ങോട്ട് പിളരും. അത് നമ്മളതിൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഒരു വിത്ത് വളർന്ന് ഇങ്ങനെ വരുമ്പോൾ മണ്ണ് ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ വിത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വളർന്ന് വരികയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറ്റിയാ എന്നിട്ട് അതിന്ന് ധാന്യങ്ങൾ ആലോചിച്ച് നോക്കൂ. പച്ച മണ്ണെന്നല്ലേ നമ്മളൊരു വിത്തട് വെക്കുമ്പോഴത്തേക്ക്, എന്ത് വിത്താവട്ടെ, ആ ഒരു വിത്തുനിന്ന് പിന്നെ
അടുത്ത വിത്ത്, അതിന്ന് പിന്നെ മരങ്ങൾ, അതിന്ന് ചെടി അല്ലേ. തേങ്ങ നമ്മൾ പറഞ്ഞു നോക്കുക, തേങ്ങ അല്ലേ, തേങ്ങന്ന് തെങ്ങ് ഉണ്ടാവുന്നു, തെങ്ങന്ന് പിന്നെയും തേങ്ങ ഉണ്ടാവുന്നു. അത് ആ പ്രോസസ്സ് നടക്കുന്നത് വെള്ളമുള്ളതുകൊണ്ടാണല്ലോ. സൂര്യപ്രകാശം, വെള്ളം, ഇത് രണ്ടും ഉണ്ടെങ്കിലാണെങ്കിൽ ഒരു ചെടി ഇവിടെ വളരുന്നത്. മണ്ണിനെ ഈ പിളർത്തിയിട്ട് ഈ വളർത്തുന്ന അല്ലല്ലേ. അത് വേറെ ആർക്കെങ്കിലും വകവെച്ച് കൊടുക്കാൻ പറ്റുമോ? വൈനബം വക്കൽബ, മുന്തിരിവള്ളികൾ, പച്ചക്കറികൾ, നമ്മൾ തിന്നുന്ന എല്ലാവിധ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ ഉണ്ടാവണല്ലേ. നമ്മളൊരു സാമ്പാർ കറി ഇല്ലേ ചോറിൽ, ഇത് കഴിക്കാൻ വേണ്ടി എടുക്കും, അതിലുള്ള ഓരോ പച്ചക്കറികളും എടുത്തു നോക്കും, എല്ലാം മണ്ണിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. മണ്ണിൽ നിന്ന് ഇങ്ങനെ വളർന്ന് മഴ വന്ന് അള്ളാൻ്റെ വെളിച്ചം, സൂര്യനും അള്ളാഹ് അയക്കുന്നതാണ്. സൂര്യൻ അള്ളാൻ്റെ സൂര്യനാണ്, ഓക്സിജൻ അള്ളാൻ്റെ ആണ്. വസൈത്തൂനം വനഖ്ല, സൈത്തൂൻ ഒലീവ് മരം, വനഖ്ല ഈത്തപ്പനയും ഒലീവും, വഹജായിഖുൽ മറ്റെല്ലാ വിധത്തിലുള്ള ഇടർതൂർന്ന് നടക്കുന്ന തോട്ടങ്ങളില്ലേ ഒരുപാട്, വഫാക്കിഹതം വഅബ്ബ പഴങ്ങൾ, പുല്ല്, വ്യത്യസ്തമായ പഴങ്ങളും തോട്ടങ്ങളും ഇതെല്ലാം ഉണ്ടാക്കുന്നില്ലേ. മതഅല്ലക്കും വലിയ നാമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും വിഭവമായിട്ട്. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള പഴങ്ങളും ചെടികളും തോട്ടങ്ങളും ഇതെല്ലാം അള്ളാന്റെ വലിയ നിഅമത്തല്ലേ. അള്ളാഹുവിൻ്റെ ഉന്നതമായ ഏറ്റവും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഭക്ഷണത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി, വേറൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ കണ്ടെത്താൻ ഇതൊക്കെ മതി. ഈ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം അള്ളാഹുവിൻ്റെ ഭക്ഷ്യ പദാർത്ഥത്തിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാവും. فإذا جاءت الصاخة എന്നാൽ സ്വാഖ ഉണ്ടായാൽ എന്ന് വെച്ചാൽ ഇത് കാഹളത്തിൽ ഓതുന്ന ഒരു ശബ്ദത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു ശബ്ദത്തോടു കൂടി, ആ ഒരു വലിയ ശബ്ദമുണ്ടാകുന്നതോടുകൂടെ പിന്നെ സംഭവിക്കുന്നത് ലോകത്തെ മുഴുവൻ ജനങ്ങളും എണീക്കാണ്. അന്ത്യനാളിന് ശേഷമുള്ള സംഭവം. യൗമ യഫിറുൽ മർഉ മിൻ അഖി, അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അഖിയിൽ നിന്ന് ഓരോരുത്തരും, അഖി എന്ന് പറഞ്ഞാൽ സഹോദരൻ. ഇവിടെ മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് മർ എന്ന് ഉദ്ദേശിച്ചത്. ഓരോ മനുഷ്യന്മാരും തൻ്റെ സഹോദരനിൽ നിന്ന് ഓടിയാക്കലും. അപ്പോൾ അവിടെ ഓടിയാക്കലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ കാണണ്ടെന്ന് നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരാളെ കാണണ്ടെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? അയാൾ ഞാൻ ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അല്ലേ, അയാൾ എന്നെ കാണണ്ട എന്ന് നമ്മൾ വിചാരിക്കപ്പോഴാ. അത്രയും നമുക്കൊരു ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരാൾക്ക് കടം കൊടുക്കാണ്ട്, അടുത്ത തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞു, തിങ്കളാഴ്ച ഒക്കെ കഴിഞ്ഞു പോയി, കൊടുക്കാൻ പറ്റിയില്ല. അയാൾ നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്കൊരു മടിയാണ്, ഒരു ഷെയിം, മോശമായല്ലോ, ഞാനൊന്നും ഇങ്ങോട്ട് വഴിമാറി നടക്കട്ടെ എന്ന് വിചാരിക്കില്ല നമ്മൾ. അയാൾ ഇങ്ങോട്ട് കാണണ്ട എന്ന് വെച്ചാൽ എന്ന പോലെ നമുക്കെന്തോ മറച്ചു വെക്കാനുള്ളത് പോലെയായി. കാരണം ഇന്നെല്ലാം എല്ലാവരും അറിയും, ഇന്ന് എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുന്ന ദിവസമാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വിചാരിക്കാം, നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റാണ് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ഓഡിറ്റോറിയത്തിലാണ്, ഓഡിറ്റോറിയം മൊത്തമായിട്ട് പൊളിഞ്ഞങ്ങോട്ട് വീഴുകയാണ്, വലിയ ശബ്ദത്തോടു കൂടെ ഇങ്ങനെ വീഴുകയാണ്. നമ്മൾ ആദ്യം നമ്മുടെ കാര്യം നോക്കുക, നമ്മളെങ്ങനെ സേഫായിട്ട് രക്ഷപ്പെടാമെന്ന് നമ്മൾ ഒരു മനുഷ്യകാര്യം നമ്മളങ്ങനെയാണ് ആദ്യം ചിന്തിക്കുക. നമ്മൾ സേഫായിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ രക്ഷിക്കാൻ നോക്കും, ഒരു ബസ് മറിയുന്നാവട്ടെ എന്താവട്ടെ. അപ്പോൾ നമ്മൾ തന്നെ വലിയ പ്രയാസത്തിലാണ്. നമ്മുടെ കാര്യം തന്നെ പഠിച്ചവൻ ഇത് മഹ്ശറാണല്ലോ, വിചാരണ നടക്കാൻ പോവാണല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നരകമാണല്ലോ കത്തുന്നത്, സ്വർഗമാണല്ലോ വരുന്നത്, പറഞ്ഞ പരലോകമാണല്ലോ ഈ നടക്കാൻ പോണത്. പഠിച്ചവനെ, എൻ്റെ ജീവിതത്തിൽ ദുനിയാവിൽ ഞാൻ എന്താ അങ്ങോട്ട് വേണ്ടി ചെയ്തത്, ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ജീവിച്ചു പോയല്ലോ. ഇതൊക്കെ തിരിച്ചറിവിൻ്റെ സമയമാണ്. ഉമ്മിഹി വ അബീ, അനുജ്യേഷ്ഠാനുജന്മാരെ മാത്രമല്ല
ബാപ്പനെ കണ്ടാലും ഉമ്മനെ കണ്ടാലും ഒക്കെ പിന്തിരിഞ്ഞോടുന്ന സമയം, തിരിഞ്ഞു നോക്കാതെ ഓടുന്ന സമയം. വസാഹിബതിഹി വബനീ, തൻ്റെ സ്വന്തം ഭാര്യയാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, മക്കളാവട്ടെ, ആരാവട്ടെ, അടുത്ത് ഇടപഴകി ആരെ കണ്ടാലും ഒരു പരിചയമില്ലാത്തവരെ പോലെ വഴിമാറിപ്പോകുന്ന ദിവസമാണ്. ലികുല്ലി ഇംറിഇം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ, എല്ലാവർക്കും സ്വന്തം കാര്യം നോക്കാണ്ടാവും, അവനവൻ്റെ കാര്യം നോക്കാനുള്ള സമയമാണത്. അതുകൊണ്ട് ആരും നോക്കാൻ നേരല്ലാതെ ഒറ്റക്ക് നഫ്സി നഫ്സി എന്ന് വിളിച്ചോതുന്ന സന്ദർഭമാണ്. വുജൂഹുൻ യൗമഇദിൻ മുസ്ഫിറ, എന്നാൽ അന്ന് ചില മുഖങ്ങൾ ഹാപ്പി ആയിരിക്കും. ചില മുഖങ്ങൾ കണ്ടാൽ തന്നെ അത് പ്രസന്നമായിരിക്കും. മുഖത്ത് നോക്കി അറിയില്ലേ ഒരാളുടെ വിഷമമുണ്ടോ, ഒരാൾ സങ്കടപ്പെട്ട് കിടക്കുകയാണോ, ഒരാൾക്ക് പ്രയാസമുണ്ടോ എന്നൊക്കെ ഒരാളുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റൂലേ. മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും. പ്രസന്നമായി വളരെ ഹാപ്പി ആയിട്ടുള്ള മുഖങ്ങളുമായിട്ട് ചില ആളുകളുണ്ടാവും. മുസ്തബ്ശിറ, മുഖത്തൊരു ചെറിയ ചിരിയുണ്ടാവും. മാത്രമല്ല ഒരു ആഹ്ലാദം, അല്ലേ. വലിയൊരു ജോലി ഇല്ലാത്തൊരുത്തന് ജോലി കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ജോലി ഇല്ലാത്തവന് ഹൈ സാലറിയിൽ അവൻ വിചാരിച്ച അവൻ്റെ സ്വപ്നമായിട്ടുള്ളൊരു ജോലിയായിട്ട് കിട്ടി. എന്തൊരു ആ ന്യൂസ് കിട്ടുമ്പോൾ ഒരാളുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷമല്ലേ. വലിയൊരു അംഗീകാരമൊക്കെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ വിന്നറാവുമ്പോൾ കിട്ടുന്ന ആ എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, ആ ഒരു സന്തോഷം അവൻ്റെ മുഖത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വിന്നറാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇല്ലേ. നമ്മളിപ്പോൾ എൻട്രൻസ് പരീക്ഷ എഴുതി, അല്ലെ റാങ്ക് ലിസ്റ്റിൽ വന്ന്, അല്ലെ PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന്, അല്ലെ IAS പരീക്ഷ എഴുതി, സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ വന്ന്, നമുക്ക് ആ കിട്ടുന്ന മൊമെൻ്റ് ഇല്ലേ, അത് എൻജോയ് ചെയ്യുന്ന ആ ഒരു ചാടിയിട്ട് ഇങ്ങോട്ട് അതിൻ്റെ ആ ആഹ്ലാദ തിമിർപ്പില്ലേ, അതിലുണ്ടാവുന്ന മുഖമുണ്ടല്ലേ പ്രസന്നമായിട്ട്, ആ അവസ്ഥയായിരിക്കും ചിലർ. എന്നാൽ ചിലരാവട്ടെ വുജൂഹുൻ, ചില ആളുകളുടെ മുഖങ്ങൾ യൗമഇദിൻ അലൈഹാ ഗബറ, ഗബറയായിരിക്കും. ഗബറ എന്ന് പറഞ്ഞാൽ കറുത്ത് കരിവാളിച്ച്, എന്നുവെച്ചാൽ കറുപ്പാകുക എന്നല്ല എൻ്റെ അർത്ഥം. ആകെ കൂടെ പ്രയാസപ്പെട്ട്, ഇപ്പോൾ ഒരാളിപ്പോൾ തെറ്റ് ചെയ്തെന്ന് വിചാരിക്കും. ഒരാൾ വല്ലാതെ തെറ്റ് ചെയ്തു, വളരെ മോശമായിട്ട് തെറ്റ് ചെയ്തു. ആരും അറിയാതെ അയാൾ ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഒരു ദിവസം എല്ലാവരും അയാൾ പിടിച്ചു. ജനം മൊത്തം അയാളെ പഞ്ഞിക്കിട്ടു, പിടിച്ച് കെട്ടിയിട്ടു. നാട്ടുകാർ മുഴുവനും വന്ന് വീഡിയോ ക്യാമറയൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിക്കുകയാണ്. ന്യൂസിൽ മൊത്തം അയാളെ പേര് വന്ന് അയാളെ നാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുക, അല്ലേ. അത്രമേൽ വലിയ തെറ്റാ ചെയ്തത്. അയാളുടെ മുഖം ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനായി വലിയ ശിക്ഷയിലേക്ക് കൊണ്ടുപോകാൻ പിടിക്കപ്പെട്ടവനെ പോലെയുള്ളൊരു മുഖം ചില ആൾക്കാർക്ക് ഉണ്ടാവും. തെറ്റ് ചെയ്തവരാണ്. ദുനിയാവിൽ തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചവരുടെ മുഖത്തെ പറ്റിയാണ്. തർഹഖുഹാ ഖത്തറ, അവരുടെ മുഖത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇരുട്ട് മൂടിയ പോലെ. അവരുടെ മുഖത്ത് പ്രസന്നതയില്ല, അവരുടെ മുഖത്ത് വല്ലാത്ത പ്രയാസം. ഉലൈക ഹും കഫറത്തുൽ ഫജറ, അവർ ഫുജാറായ കുറ്റവാളികളായ തമ്മാടികളായ ആളുകളാണ്. തമ്മാടികളായ ഫുജാർ എന്ന് പറഞ്ഞ ഫജറ, കഫറത്തുൽ ഫജറ, നിഷേധികളാണ്. അപ്പോൾ കാഫിറുകൾ എന്ന് പറഞ്ഞാൽ ഈ സത്യനിഷേധികളെ പറ്റി എത്ര സൂറത്തിലാണ് നമ്മളിപ്പം ഇപ്പോഴന്നെ നമ്മൾ എത്രത്തോളം, ഇപ്പോൾ നമ്മൾ ഖുറാൻ്റെ ഇത്രയും ഭാഗം എത്തിയിട്ടുള്ളൂ. ഇപ്പോഴന്നെ എത്ര ഭാഗങ്ങളിലാണ് ഈ കാഫിറുകളെ പറ്റി നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യനിഷേധികൾ, നിഷേധ സ്വഭാവം, അത് നമ്മൾ കാണിക്കരുത് പ്രിയമുള്ളവരെ. അത് കുഫ്രിയത്ത് കുറച്ച് 1% ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റാനുള്ള വ്യക്തിപരമായിട്ട് ഞാനും നിങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. കുഫ്രിയത്ത് ചില വിഷയത്തിലൊക്കെ നമ്മൾ അള്ളാഹിൻ്റെ ദീനിൻ്റെ നിലപാടിൻ്റെ വിഷയത്തിലൊക്കെ കുഫ്രിയത്ത് 1% ആണെങ്കിൽ അതുപോലും മാറ്റണം. ഒരു നിഷേധ സ്വഭാവം നമുക്കുണ്ടാകും. ഒരു കാര്യം ഒരു ദീനി വിഷയത്തിൽ, അത് അനന്തര സ്വത്ത് ഓരിവെക്കുന്ന വിഷയമാവട്ടെ, പിന്നെ സ്ത്രീധനം വാങ്ങുന്ന വിഷയമാവട്ടെ, പലിശയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാവട്ടെ, ഇതിലൊക്കെ നമ്മൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു നിലപാടെടുക്കുകയല്ല. അള്ളാഹിൻ്റെ ദീനൊരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ എക്സ്ട്രീം ലെവലിൽ അത്രയും ഗൗരവത്തിൽ ആ വിഷയത്തെ കണ്ട് അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അത് ചെറിയ വിഷയമാവട്ടെ, വലിയ വലിയ വിഷയങ്ങളാവട്ടെ, അതൊക്കെ നമ്മൾ ഗൗരവത്തിൽ കാണണം. ഭാര്യയോടുള്ള കടമകൾ, മക്കളോടുള്ള കടമകൾ,
ബാധ്യതകൾ മനുഷ്യരുമായിട്ടുള്ള. ഇപ്പം ഈ സൂറത്തിൽ ഏറ്റവും പ്രധാനം മുഖം ചുളിക്ക് നമ്മളൊക്കെ എത്രത്തോളം ആളുകളോടൊക്കെ ഏതൊക്കെ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായിട്ട് നമ്മളെ വിലയിരുത്തി നോക്കുക. ഒരു പക്ഷേ നമ്മളെ പറ്റി വിചാരിക്കും നമ്മൾ വലിയ സംഭവമായിരിക്കും. പക്ഷേ ആളുകൾ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്? മുമ്പിൽ വരുന്ന താഴ്ന്ന ആൾക്കാരാണേലും വലിയ ആൾക്കാരാണേലും പൈസ ഉള്ളവനാണേലും ഇല്ലാത്തവനാണെങ്കിലും കറുത്തവനാണേലും വെളുത്തവനും ചെറിയ കുട്ടികളൊക്കെ നമ്മൾ പരിഗണിക്കാതെ ഇരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ നന്നായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അവരടുത്ത് വരുമ്പോൾ അവരെ കൈപിടിക്കുകയും ചേർത്ത് പിടിക്കുകയും ഉമ്മ വെക്കുകയും തലോടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കുട്ടിയല്ലേ, അവനിപ്പോൾ എന്താ ഞാൻ മൈൻഡ് ചെയ്യണത്, എന്തിനാണ് ഞാൻ ആ കുട്ടീനോട് ചിരിക്കുന്നത്, അതിൻ്റെ എന്താ ആവശ്യമെന്നൊന്നും ചിന്തിക്കരുത്. കാരണം ഇതൊക്കെ ഒരു മനുഷ്യനാണ്, ഇത് അള്ളാൻ്റെ ഖൽഖുള്ളയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. കുട്ടിയാവട്ടെ വലുതാവട്ടെ അതിനെ നമ്മൾ പരിഗണിക്കണം, കൺസിഡർ ചെയ്യണം. അതിന് ഭിക്ഷക്കാരനാവട്ടെ, ഭിക്ഷ തേണ്ടി വരുന്ന അല്ലെങ്കിൽ കുളിക്ക പോലും ഇല്ലാത്ത എന്താ പറയുക വൃത്തികെട്ട ശരീരമായിട്ട് വരുന്ന ആളാവട്ടെ, അവരുടെയൊക്കെ ഇതൊരു മനുഷ്യ സൃഷ്ടിയാണ്, അള്ളാൻ്റെ ഹൽക്കാണ്. ആ രീതിയിൽ ഒരു മനുഷ്യനായിട്ട് നമ്മൾ പരിഗണിക്കണം. അറ്റ്ലീസ്റ്റ് മനുഷ്യത്വമുള്ള ആളായിട്ട് നമ്മൾ മാറണം. നമ്മളും അങ്ങനെ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരേ രീതിയിൽ കാണാനും പിന്നെ പ്രത്യേകിച്ച് ഉത്ബോധനം സ്വീകരിക്കാനുള്ള ആളുകളൊക്കെ ഇപ്പം പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരന്തരം പ്രവർത്തിക്കുന്ന സഹോദരന്മാരോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ ഈ ദേവാ മേഖലകളിലും ഒക്കെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോഴും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മൾ പലപ്പോഴും കാണും. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ അടുക്കൽ വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന ആൾ, ഒരു പക്ഷേ വലിയ പൈസ ഒന്നുള്ള ആൾക്കാരൊന്നും ആയിക്കണമെന്നില്ല, താഴെ ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആളുകളെ കാണുമ്പോൾ ഒക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അവർ ചിലപ്പോൾ പൈസ ഒന്നും ആയിരിക്കില്ല, വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് കൽബ് തട്ടി പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യരായിരിക്കും. അവരൊക്കെ നമ്മൾ പരിഗണിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുക. അല്ലാതെ ഈ ഡംബു അഹങ്കാരമായിട്ട് നടക്കുന്ന അധികാരികളായിട്ടുള്ള ആളുകൾ പിന്നാലൊന്നും നിങ്ങൾ വല്ലാതെ കൂടണ്ട. അവർ കാഫറുകളായിട്ട്, അവർ നിഷേധികളാണ്, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരൊന്നും ഈ ദീനിൻ്റെ വഴിയിലേക്ക് അവർ വരില്ല എന്ന് നമ്മൾ ഈ സൂറത്തിലൂടെ നമ്മൾ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുകയും അള്ളാഹിൻ്റെ റസൂലിനെ വിശുദ്ധ ഖുർആനിൽ ഈ വിഷയം തിരുത്തിയിട്ടുണ്ടെങ്കിൽ വ്യക്തികളുമായി മനുഷ്യരുമായിട്ടുള്ള വിഷയത്തിൽ നമ്മുടെ ഇടപാടുകളിൽ മുആമലാത്തുകളിൽ മനുഷ്യരോട് രാവിലെ നമ്മൾ എണീറ്റ് ഉറങ്ങുന്നവരെയുള്ള സമയത്ത് നമ്മുടെ കൺമുമ്പിൽ വരുന്ന അത് ഉമ്മ ബാപ്പയാവട്ടെ, സ്വന്തം ചോരയിലുള്ള കൂടപ്പറപ്പുകളാവട്ടെ, അയൽവാസികളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, അവരോടൊക്കെ അല്ലേ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആവട്ടെ, ആര് വരുന്നാവട്ടെ, അയൽവാസി വന്നാലാവട്ടെ, അല്ലെ നമ്മൾ പ്രധാനപ്പെട്ട നമ്മളെ കുടുംബത്തിലെ അല്ലെ നമ്മുടെ ബോസിൻ്റെ ആൾക്കാർ അല്ലെ പ്രധാനപ്പെട്ട ആൾക്കാർ വരാവട്ടെ, VVIPs വരികയാണ്, എല്ലാവരും ഒരുപോലെ കാണാനും സ്വീകരിക്കാനും പുഞ്ചിരിക്കാനും കൈ കൊടുക്കാനും മുഖം കൊടുക്കണില്ല എന്നുള്ള സത്യമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ നമ്മളൊക്കെ അനുഭവിക്കുന്നവർ, നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആകാശത്ത് നിന്ന് പൊട്ടി മുളച്ചവരല്ലല്ലോ. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന ഞാനും നിങ്ങളൊക്കെ ആളുകളുടെ ഇടയിൽ ഇറങ്ങി ജീവിക്കുന്നവരല്ലേ. നമ്മളിപ്പോൾ എത്ര സ്ഥലത്തും നമ്മളെ ആളുകളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ, നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? അവോയ്ഡ് ചെയ്യുന്ന ശരിക്കും പച്ചക്ക് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ അവരെ ഇഷ്ടത്തോടെ നമ്മുടെ സമയമൊക്കെ മാറ്റി വെച്ച് നമ്മൾ അങ്ങോട്ട് ചെന്ന് പുഞ്ചിരിയുടെ കൈ നീട്ടിയപ്പോൾ നമ്മുടെ കൈയൊന്ന് പിടിച്ച് കുടഞ്ഞ് വേറൊള്ള ആളെ മൈൻഡ് ചെയ്യാൻ പോയ എത്ര അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഞാനുള്ളത് പറയാലോ, നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യരുത് പ്രിയമുള്ളവർ. നമ്മുടെ മുമ്പിൽ വരുന്ന ആരാവട്ടെ അവരെ പുഞ്ചിരിയോടെ സ്വീകരിക്കുകയും അവരിനി കാഫിറാവട്ടെ മുശ്രിക്കാവട്ടെ അത് നമ്മുടെ ബാധ്യതയാണ് അവരെ സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുത്. ഈ സമ്പത്തിൻ്റെ പേരിലോ അധികാരത്തിൻ്റെ പേരിലോ വലിയ കുടുംബമായതിൻ്റെ പേരിലോ വലിയ തറവാട്ടുകാരായതിൻ്റെ പേരിലോ അവരെ പ്രത്യേകം ഒരു പരിഗണന കാണിക്കുന്ന സ്വഭാവം അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് പറയുന്നതോടൊപ്പം കാഫിറുകൾ അവരുടെ അവസ്ഥ പരലോക ജീവിതത്തിൽ അവരുടെ മുഖം ഏത് രീതിയിലുണ്ടാവുന്നു, അവർക്ക് ഏത് രീതിയിൽ ശിക്ഷയാണ് ലഭിക്കാനുള്ളത് എന്നതിൻ്റെ മുഖത്ത് നോക്കി തന്നെ അവിടുന്ന് മനസ്സിലാവുന്ന അവസ്ഥയായിരിക്കും പരലോകത്തുണ്ടാവുക എന്നുള്ളതും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഈ സൂറത്ത് അബസ് ഞങ്ങൾ പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീഴ്ച ചെറിയൊരു നിസ്സാര വീഴ്ചയാണെങ്കിലും അതിനെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയും അതിലൂടെ വലിയ വലിയ സന്ദേശങ്ങൾ തരികയും ചെയ്യുമ്പോൾ അള്ളാഹുവേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ അതൊക്കെ അഫൂവ് ചെയ്തു തരണേ അള്ളാഹ്. ഇനി അങ്ങോട്ട് അങ്ങനെ ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്യണം അള്ളാഹു. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ. മുത്തു റസൂലിനെ പോലെ എല്ലാവരോടും പുഞ്ചിരിക്കുകയും സലാം പറയുകയും എല്ലാവരെയും ഒരേ രീതിയിൽ പരിഗണിക്കുകയും ചെയ്യുന്ന റസൂലിനെ. അതിനുശേഷം ഉള്ള സംഭവം കൂടെ പറയണേ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ശ്രദ്ധയൊക്കെ തുടക്കത്തിലാണ് ഈ പരസ്യ പ്രബോധനത്തിൻ്റെ തുടക്ക സന്ദർഭത്തിലുള്ള സൂറത്തുകളിൽ പെട്ടാണ്.
അപ്പോൾ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ പിന്നെ അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ഈ വിഷയം ജാഗ്രതയോടെയാണ് കണ്ടിട്ടുള്ളത്. മാത്രമല്ല പിന്നീട് ഇതിൽ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിൻ്റെ കാര്യം പറയാനില്ല. വീട്ടിൽ ചെന്നിട്ട് പടച്ചനെ പിന്നെ 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 അങ്ങോട്ട് ചെല്ലുമ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം ഇങ്ങോട്ട് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് പോയിട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. അപ്പോഴും അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിന് സംഗതി അറിയില്ല. പിന്നെ ഈ ആയത്ത് അറിഞ്ഞതോടുകൂടി വളരെ നിഷ്കളങ്കനായ വ്യക്തിയാട്ടോ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം. കരഞ്ഞ് അന്ന് രാത്രി മുഴുവൻ കരഞ്ഞ് അള്ളാഹുവേ, ലോകാവസാനം വരെയുള്ള വിശുദ്ധ ഖുർആനിൽ ഈ ഉള്ളവൻ്റെ പേരോ ഇവനെയാണോ എന്നെ പരിഗണിച്ച് അന്ധനായ എന്നെ പരിഗണിച്ച അള്ളാഹുവേ, കരഞ്ഞിട്ട് മതിയാവുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും സുജൂദ് ചെയ്തും ശുക്ർ ചെയ്തും അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിന് അത് മതി ജീവിതത്തിൽ സന്തോഷം. മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമാവട്ടെ പിന്നെ കാണുമ്പോഴൊക്കെ വളരെയധികം ഈ വ്യക്തിയെ, പ്രത്യേകിച്ച് സഹാബിയെ വളരെയധികം പരിഗണിച്ച് പിന്നെ ഒരു സന്ദർഭത്തിൽ പറയപ്പെടുന്നത് മക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഭരണ കമ്മിറ്റിയിലൊക്കെ അംഗമാക്കിയെന്നാണ്, വലിയ ആദരവ് കൊടുത്തു എന്നാണ് പിന്നെ അങ്ങോട്ടുള്ള. പക്ഷേ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇത്തരം വിഷയത്തിൽ, നിസ്സാര വിഷയത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലിച്ചിരുന്നു, പുലർത്തിയിരുന്നു. അള്ളാഹുവെ, ഞങ്ങൾക്കും റസൂലിനെ പോലെ എല്ലാ മനുഷ്യരുമായിട്ടും നല്ല രീതിയിൽ ഇടപഴകാനും ഒരാൾക്കും ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ ജീവിക്കാനും അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ മനസ്സുകളും ശുദ്ധീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, വിശുദ്ധിയുള്ള ഇത്തരം കാഫിറുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. സത്യവിശ്വാസം ഉൾക്കൊണ്ട് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. اللهم ربنا تقبل منا يا رب العالمين. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.